നിന്നോടൊക്കെ സോറി പറയാൻ നടന്ന എന്നെ ആദ്യം തല്ലണം. നിന്നെ ഇന്ന് ഞാൻ ആ, കുക്കു കുക്കു പ്ലീസ്, ഞാൻ ക്ഷീണിച്ചു. കുറച്ചു നേരം ഞാൻ ഇങ്ങനെ നിന്നോട്ടെ. വേണ്ടാന്ന് പറയല്ലേ. സിദ്ധാർത്ഥ് എവിടെ? അയാള് പോയി. എന്താ കൊണ്ടുവന്നാക്കാത്തത്? കാറിന്റെ ടയർ പഞ്ചറായിപ്പോയി. പിന്നെ അയാളുടെ അമ്മാവൻ എന്തോ വയ്യായിക, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുക. നീ നീ ഓക്കെ അല്ലേ കുക്കു? ഫീലിംഗ് ബെറ്റർ, താങ്ക്സ് ഡോക്ടർ. സിദ്ധാർത്ഥ്, അവൻ്റെ ഒപ്പം അവള് കംഫർട്ടബിൾ അല്ലാന്ന് തോന്നുന്നു. അല്ല, എനിക്കിപ്പോ എന്താ അങ്ങനെ തോന്നാൻ? സ്മൃതി, ഞാൻ കണ്ടത് തന്നെയാണോ നീയും കണ്ടത്? നിങ്ങൾ കണ്ട അതേ സീനാണ് കെട്ടിയവനെ ഞാനും കണ്ടത്. അല്ല, എന്താ ഇപ്പൊ ഇവിടെ ഉണ്ടായേ? എനിക്കങ്ങ് അറിയാൻ വയ്യ. ഈ ചെറുക്കനും പെണ്ണും തമ്മിൽ വല്ലതും ഉണ്ടോ, അതോ നമ്മൾ കാണുന്നതൊക്കെ സ്വപ്നമാണോ? ഓ, സ്വപ്നമാണെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ ഞാനും വരുമോ? ഓ, അതൊന്നും പറയാൻ പറ്റില്ല. വീട്ടുകാര് കെട്ടുറപ്പിച്ച അന്ന് മുതൽ നീയല്ലേ എന്റെ ഊണിലും ഉറക്കത്തിലും. അതുകൊണ്ട് നീ എവിടെ വേണേലും കയറി വരും. നിങ്ങൾക്ക് വട്ട, നല്ല മുഴുത്ത വട്ട്. അത് ശരിയാ, നീ ഇങ്ങനെ അടുത്ത് നിൽക്കുമ്പം എനിക്ക് നല്ല രീതിയിൽ വട്ടുണ്ട്. ഇങ്ങ് വാടി സ്മൃതി കൊച്ചെ. വിട് വിട്, അയ്യോ വിട്, ആരെങ്കിലും കാണും. ആര് വേണേലും കാണട്ടെ, എനിക്കെന്താ? ഓ, നാണയില്ലാത്ത മനുഷ്യൻ. അത് ശരിയാ, ചില മധുര സമ്മാനങ്ങൾ കിട്ടാൻ തുടങ്ങിയപ്പോ മുതലേ എനിക്ക് നാണം എന്ന് പറയുന്ന സാധനമില്ല. നിരഞ്ജൻ കാണും. അതുമല്ല, അച്ഛനും അമ്മയും ഒക്കെ അപ്പുറത്തുണ്ട്. ഉണ്ടായിക്കോട്ടെ, അതിനിപ്പോ എന്താ? നിരുപേട്ട, വേണ്ട, ആരെങ്കിലും കാണും. അയ്യോ, വിടേട്ട എന്നെ. അച്ഛനപ്പോ വന്നു? ഞങ്ങള് വന്നിട്ട് വർഷം കുറച്ചായി അല്ലേടാ ജയ? ആയി. ആണല്ലേ. ഈശ്വര, രണ്ടാളും എല്ലാം കണ്ടു തോന്നുന്നു. എനിക്കിത് എന്തിന്റെ കേടായിരുന്നു. ആക്രാന്തം അല്ലാതെന്താ? നിരൂപമാൻ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല അങ്കിൾ, ഞാൻ വെറുതെ. നിരഞ്ജൻ എവിടെ? ഞാനിവിടെ ഉണ്ട് അങ്കിൾ. പിന്നെ സിദ്ധാർത്ഥ മോന്റെ വീട്ടിൽ നിന്ന് വിളിച്ചായിരുന്നു. അവന്റെ അമ്മാവന് വയ്യാതെ കിടക്കുക. ഞങ്ങൾ നാളെ ഒന്ന് കാണാൻ പോകുന്നുണ്ട്. കൂട്ടത്തില് അവരൊരു കാര്യം സൂചിപ്പിച്ചു. എന്താ കാര്യം? വേറൊന്നുമല്ല, നിങ്ങളുടെ കല്യാണം കുറച്ച് നേരത്തെ ആക്കാൻ പറ്റുമോന്ന്. ഇൻ കേസ് അമ്മാവന് വല്ലതും പറ്റിപ്പോയാൽ 1 കൊല്ലം കഴിയണ്ടേ പിന്നെ കല്യാണം നടത്താൻ. അതുകൊണ്ട് കുറച്ച് നേരത്തെ ആക്കാൻ പറ്റുമോന്ന്. എന്റെ അഭിപ്രായവും അത് തന്നെയാ. എത്ര നേരത്തെ ആക്കാമോ അത്രയും നേരത്തെ. ഇല്ലേല് കെട്ടും പൊട്ടിച്ച് പലരും പലതും ചെയ്യും. പിതാശ്രീ എനിക്കിട്ട് താങ്ങാൻ ഇറങ്ങിയേക്കുവാണല്ലോ. എന്തായാലും നാളെ ഹോസ്പിറ്റലിൽ പോയി വരുന്ന വഴിക്ക് ഞങ്ങൾ പോയി ജോത്സ്യനെ ഒന്നുകൂടെ ഒന്ന് കാണാം. പെട്ടെന്ന് വല്ല മുഹൂർത്തം ഉണ്ടെങ്കിൽ നമുക്കതങ്ങ് നടത്താം. അതോടെ ഒന്ന് തീരുമാനമായാല് കല്യാണം വിളി പെട്ടെന്ന് നടത്താം. നമുക്ക് ഒട്ടും താമസിപ്പിക്കണ്ട. ആടാ, എങ്കിൽ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. കുക്കുവിന്റെ പരിപ്പ് ഇടയ്ക്കുള്ള സമയമായി. നീ ചെല്ല്. ഡാ മോനെ, നിന്റെ ആക്രാന്തല്ല എനിക്ക് മനസ്സിലാവും. ഞാൻ കല്യാണത്തിന് മുന്നേ ഇതിനപ്പുറമായിരുന്നു. പിന്നെ കാര്യങ്ങൾക്കൊക്കെ ഒരു മറവും ഒളിവും ഒക്കെ ആവാം. ഇവിടെ നീ മാത്രമല്ല താമസം, അതുകൂടെ ഓർമ്മ വേണം. നശിപ്പിച്ച്. എനിക്കിതെന്തിന്റെ കേടായിരുന്നു. എന്താ ഏട്ടാ അച്ഛൻ പറഞ്ഞത്? ഒന്നുമില്ലടാ, അച്ഛൻ വെറുതെ. അല്ല, നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? ഒന്നുമില്ല, ഞാനിങ്ങനെ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ച്. ശരി, നിന്റെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം മോനെ. കുക്കുവിനെ പിരിയാനുള്ള വിഷമം. വരട്ടെ, ഞങ്ങളൊന്ന് നോക്കട്ടെ ഈ തീവണ്ടി എവിടെ വരെ പോകുമെന്ന്. കുക്കു അവള് പോവുകയാണോ? ഇത്രയും വേഗം ഒരു പോക്ക് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഇനി അവളെ വല്ലപ്പോഴും മാത്രമല്ലേ കാണാൻ പറ്റൂ. അല്ല, സിദ്ധാർത്ഥ് ഞങ്ങൾക്കിടയിൽ വന്നാൽ പിന്നെ കൂടുതൽ പ്രയോറിറ്റി അവനായിരിക്കും അല്ലേ? അവള് പതുക്കെ എന്നെ മറക്കുമായിരിക്കും. അല്ലെങ്കിൽ തന്നെ മറക്കാതിരിക്കാൻ വേണ്ടി ഓർത്തിരിക്കാൻ ഞാൻ അവൾക്ക് എന്താ കൊടുത്തത്? വേദനിപ്പിച്ചിട്ടല്ലേ ഉള്ളൂ ഞാൻ എപ്പോഴും. പക്ഷെ അതൊക്കെ എന്തിനായിരുന്നു? പരിപ്പാട അച്ഛൻ കൊണ്ടുവന്നതാ. ആ ചേച്ചി അവിടെ വെച്ചേക്ക്, ഞാൻ എടുത്തോളാം. നീ എന്താ കുക്കു ഇത്രയും വൈകിയത്? നിരഞ്ജനെ കാണാത്തത് കൊണ്ട് ആ ഗേറ്റിന്റെ മുന്നിൽ തന്നെ നിൽക്കുമായിരുന്നു. നീ അങ്ങേരം തന്നെ എന്നെ നോക്കി നിൽക്കുന്നത്? അതിപ്പോ എനിക്കറിയാവോ? അല്ല, നീ അവനെ കണ്ടില്ലേ? ഇല്ല, ഞാനൊന്നും കണ്ടില്ല. ഞാൻ കുളിച്ചിട്ട് വരാം ചേച്ചി. നീ കണ്ടില്ല അല്ലേടി കാന്താരി? നിന്നെ ശരിക്കും കാണിച്ചു തരാം ഞാൻ. മാധുരി ആരായിരിക്കും അത്? അതൊരു മിസ്റ്ററി ആയിട്ട് തന്നെ തുടരുവാണല്ലോ. എങ്ങനെ പുള്ളിയുടെ പാസ്റ്റ് ഒന്നറിയാം?
മാധുരി ചേച്ചി ആരായിരിക്കും? എന്തായിരിക്കും ആ ചേച്ചിക്ക് പറ്റിയത്? എന്താ എനിക്ക് പറ്റുന്നേ? എന്താ ഈ തലവേദന ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? ഹലോ, ആ പറയടി. നീ എപ്പോഴാടി കറക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയത്? ഓ, കറക്കം, അത് ഓർമ്മിപ്പിക്കല്ലേ എൻ്റെ പൊന്നെ. അയാൾ എന്തൊക്കെയോ കിടന്ന് വളവളാന്ന് പറഞ്ഞു. ഞാനൊന്നും ശ്രദ്ധിച്ചില്ല. എല്ലാം കഴിഞ്ഞ് എന്നെ പെരുവഴിയിൽ ഇറക്കി വിടുകയും ചെയ്തു അയാൾ. കുറച്ചു നേരം മുമ്പാണ് ഞാൻ വീട്ടിൽ വന്ന് കയറിയത്. വന്ന പാടെ ആ മഴപ്പാറ്റയുടെ വായിലും ചെന്ന് കയറി കൊടുത്തു. ആഹാ, എന്നിട്ടെന്താ? പതിവായിട്ടം തന്നെ. കണ്ണുരുട്ടല്, ഭീഷണി, ദേഷ്യം, അതൊക്കെ തന്നെ. അങ്ങേരുടെ കയ്യിൽ നിന്ന് ഒരു അടി കിട്ടുമെന്ന് തോന്നിയപ്പം ഞാൻ അങ്ങേരെ കയറിയും കെട്ടിപ്പിടിച്ചു. അപ്പൊ എന്താണെന്നറിയില്ല, ആളങ്ങ് സൈലന്റായി. ആഹാ, ബെസ്റ്റ്. അല്ല മോളെ, ശരിക്കും നീ ആ സിദ്ധാർത്ഥിനെ കെട്ടുവാണോ, അതോ നിന്റെ ആ മഴപ്പാറ്റയ്ക്ക് ഒരു ജീവിതം കൊടുക്കുന്നോ? ഒന്ന് പോയിടി. കാര്യം ശരിയാ, സിദ്ധാർത്ഥിനെ എനിക്ക് ഇതുവരെ ഹസ്ബൻഡ് ആ രീതിക്ക് കാണാൻ സാധിച്ചിട്ടില്ല. ബട്ട് ആ സ്ഥാനത്തേക്ക് മഴപ്പാറ്റ, നോ വേ, നോ ചാൻസ്. സൂര്യൻ പടിഞ്ഞാറുദിച്ചാലും ഇത് നടക്കില്ല. ഓഹോ, മോളിപ്പോഴും കുഞ്ഞുനാളിൽ കിട്ടിയ ആ ഫ്രഞ്ച് കിസ് കെട്ടിപ്പിടിച്ചിരിക്കുമായിരിക്കും. ദേ പെണ്ണെ, നീ എന്റെ വായിരിക്കുന്ന തെലുങ്ക് മുഴുവൻ കേക്കുവേ. വെച്ചിട്ട് പൊടി പിത്തക്കാരി. കുരുപ്പ്, ഞാൻ ഓർക്കുക പോലും ചെയ്യാത്ത കാര്യം പറഞ്ഞ് എന്നെ ഓർമ്മപ്പെടുത്തി. വേണ്ട, അവസാനിപ്പിച്ചതൊന്നും പൊടി തട്ടി എടുക്കണ്ട. കുക്കു, എന്താ അമ്മേ? 24 മണിക്കൂറും ചവ, ചവയോട് ചവ. നീ എന്താടി വല്ല പശുവിന്റെ ജന്മമാണോ? അതെ, അച്ഛൻ അമ്മയ്ക്ക് പരിപ്പുവട മേടിച്ച് തന്നില്ലേ, അതിന്റെ ദേഷ്യമാണോ എൻ്റെ അടുത്ത് ഈ തീർക്കുന്നത്? എന്റെ ദൈവമേ, ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ നാളെ രാവിലെ തമ്പുരാട്ടി ഒന്ന് കുളിച്ചൊരുങ്ങി അമ്പലത്തിൽ പോകണം. അതിന് നാളെ എന്താ അമ്പലത്തിലെ വിശേഷം? ആ, അത് അച്ഛൻ നിങ്ങളുടെ പേരിൽ ഒരു പാൽപ്പായസം കഴിപ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. അത് മേടിക്കാൻ വേണ്ടിയാ. 9 മണിക്ക് മുമ്പ് ചെല്ലണം, കേട്ടല്ലോ? ഓ, അതായിരുന്ന കാര്യം. ശരി, ഞാൻ വയ്ക്കോളാം. അല്ലാണ്ട് ദൈവത്തിന് ശല്യം ചെയ്യാനൊന്നും എന്നെ കിട്ടില്ല. ഇവള് ഇങ്ങനൊരു കാന്താരി. ഇനി കുറച്ച് ദിവസം കൂടിയല്ലേ ദൈവമേ എൻ്റെ മോളെ എനിക്കിങ്ങനെ കാണാൻ പറ്റൂ. അത് കഴിഞ്ഞാൽ അവള് മറ്റൊരു വീട്ടുകാർക്ക് സ്വന്തം. ശേ, ഇതിപ്പോ വലിയ ശല്യമായല്ലോ. ഇങ്ങേരെന്തിനാ എന്റെ തലച്ചോറിലോട്ട് ഇങ്ങനെ കീറി വരുന്നത്? മാധുരി, നീ അറിഞ്ഞോ, ഏട്ടൻ്റെ വിവാഹം ചിലപ്പോൾ നേരത്തെ ഉണ്ടാവും. കുക്കുവിൻ്റെ എന്തോ അവൾ വേഗം പോകുന്നു എന്നറിഞ്ഞതുകൊണ്ടാണോ എന്തോ എനിക്ക് വല്ലാത്തൊരു ഭാരം പോലെ. ചിലപ്പോൾ ഇനി വഴക്ക് കൂടാൻ അവളിവിടെ ഇല്ലല്ലോ, അതോർത്തിട്ടാവുമല്ലേ? ആഹാ, ആയിരിക്കും. എനിക്കറിയില്ല. കുക്കു അടുത്ത് വരുമ്പോൾ എന്നോട് സംസാരിക്കുമ്പോഴെല്ലാം എനിക്ക് എന്താണെന്നറിയില്ല, നിർത്താതെ എൻ്റെ ഹൃദയം ഇടിക്കുന്നത് പോലെ തോന്നും. അവൾ അടുത്ത് നിന്ന് പോകരുതെന്ന് പോലും ഞാൻ ആഗ്രഹിക്കും ഇടയ്ക്ക്. ഇന്ന് 2-3 ദിവസം അവൾ എന്നെ അവോയ്ഡ് ചെയ്ത് നടന്നപ്പം എനിക്ക് എന്തോ നഷ്ടപ്പെട്ട പോലെ ഒരു ഫീലായിരുന്നു. പക്ഷേ ഇന്ന് അവളെ കാണാതെ വന്നപ്പം അവൾ ഓടി വന്ന് എൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോൾ എന്തോ ജീവൻ വെച്ച പോലെയായിരുന്നു എനിക്ക്. അതിനി അട്രാക്ഷൻ വല്ലതുമാണോ മാതിരി? ആയിരിക്കും, അല്ലാതെ പിന്നെ എന്തല്ലേ. ഞാനെന്തിനാ ഇതൊക്കെ ആലോചിച്ച് തല പോയിക്കുന്നത്? മോനെ നിരഞ്ജ, നിന്റെ അസുഖം കൂടിക്കൂടി വരുക. നിന്റെ മെഡിക്കൽ സയൻസിന് ഇതിനുള്ള മരുന്നില്ല, പക്ഷേ ഭാവിയിൽ ഇതിനുള്ള മരുന്ന് നിനക്ക് കിട്ടിക്കോളും. കുക്കു, എടി കുക്കു, എണീക്കങ്ങോട്ട്. ഓ, ഒരു പൊട്ട അലാറം 6 മണിക്ക് വെച്ചാൽ 8 മണിക്ക് അടിക്കും. കുക്കു, വാതില് തുറക്ക്. ദാ വരുന്നു അമ്മ. നിന്നോട് ഞാൻ രാവിലെ അമ്പലത്തിൽ പോകാൻ പറഞ്ഞതല്ലേ? ആറ് അടിച്ചില്ല അമ്മ, അതല്ലേ ഞാൻ ഇപ്പൊ റെഡിയായി വരാം. ശരി, വേഗം ആവട്ടെ. അമ്മേ, ചേച്ചി വരുന്നുണ്ടോ? ഇല്ല, അവക്ക് പീരീഡ്സ് ആയി. നീ വേഗം പോയിട്ട് വാ, ഇപ്പൊ തന്നെ സമയം ഒരുപാടായി. ആ ശരി. നിക്ക്, ദാ ഇത് പിടിക്ക്. ഇതെന്താ, സാരിയോ? ഇതെന്തിനാ? ഇത് അച്ഛന്റെ അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റ്. ആഹാ, ഇന്നായിരുന്നല്ലേ അപ്പൊ ആ കരുദിനം? ഒരൊറ്റ പെടയങ്ങ് തന്നോണ്ടല്ലോ. പോയി കുളിച്ച് റെഡിയായി അമ്പലത്തിൽ പൊടി. സാരി കൊള്ളാം, എന്തായാലും എടുത്തേക്കാം. രണ്ടിനും സന്തോഷാവട്ടെ. ആഹാ, ഞാൻ ജനിച്ച ദിവസം ആയതുകൊണ്ടാണോ എന്തോ പ്രകൃതിക്ക് പോലും ഒരു കരിവാളിപ്പ്. അമ്പലത്തിലൊരു പൂച്ചക്കുഞ്ഞിനെ പോലും കാണുന്നില്ലല്ലോ.
ആ എന്തേലും ആവട്ടെ, മനസ്സറിഞ്ഞങ്ങ് പ്രാർത്ഥിക്കാം. വല്ലപ്പോഴും അല്ലേ ഇതൊക്കെ ഉള്ളൂ. ഭഗവാനെ കൃഷ്ണ, വലിയ വലിയ ചെപ്പടി വിദ്യകൾ കാണിക്കുന്ന ആളല്ലേ, എന്തേലും ഒന്ന് കാണിച്ച് ഈ കല്യാണം ഒന്ന് മുടക്കി തരാൻ പറ്റുമോ? ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണെന്ന് അറിയാം, എന്നാലും എന്തോ എനിക്ക് ആ സിദ്ധാർത്ഥനെ പിടിക്കുന്നില്ല. പിന്നെ ഇനി എങ്ങാനും ചക്കയിട്ട് മുയൽ ചാവും പോലെ കല്യാണം മുടങ്ങുവാണെങ്കിൽ ഞാനൊരു പാൽപ്പായസം അല്ലേ വേണ്ട, കാശ് കൊടും, ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചേക്കാമേ. ഭഗവാനെ എല്ലാരെയും കാത്തോളണേ. ഹലോ, ഇങ്ങനെ ഒറ്റയടിക്കെല്ലാം പറയാതെ ഒരു സ്റ്റോപ്പ് ഇട്ട് പ്രാർത്ഥിക്കുക കേട്ടോ. ആ ഇതെന്താ ഇവിടെ? അത് പിന്നെ കോടതി ഇന്നലെ ഇങ്ങോട്ട് മാറ്റിയായിരുന്നല്ലോ, അതാ. എൻ്റെ പൊന്നു കൃതിക, അമ്പലത്തിൽ താനെന്തിനാ വന്നത്, അതിന് തന്നെ ഞാനും വന്നത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. എന്ത് കാര്യം? ഹാപ്പി ബർത്ത്ഡേ മൈ ലവ്. ലവ്, താങ്ക് യു. സാരി തനിക്ക് ചേരുവോ എന്നൊരു പേടിയുണ്ടായിരുന്നു, നേരി കണ്ടപ്പം അത് മാറിക്കിട്ടി. സാരിയോ? ആ, ഇന്നലെ തന്നെ അമ്മയെ ടൗണിൽ വെച്ച് കണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വന്നതായിരുന്നു. അപ്പോൾ കാര്യം തിരക്കിയപ്പോഴാ ഇക്കാര്യം പറഞ്ഞത്. പെട്ടെന്ന് ഗിഫ്റ്റ് മേടിക്കണമെന്ന് തോന്നി, മേടിച്ചു, അമ്മയുടെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പൊ മാതാശ്രീ എനിക്കിട്ട് വെച്ചതാണല്ലേ? ശരിയാക്കി തരാം. ആ, പിന്നെ തൊഴുത് കഴിഞ്ഞെങ്കിൽ നമുക്കങ്ങ് ഇറങ്ങിയാലോ? ആ ശരി. തന്നെയും കൊണ്ട് ഒന്ന് കറങ്ങാൻ പോവാന്ന് വിചാരിച്ചിറങ്ങിയതാ ഞാൻ. അപ്പോഴാ അമ്മാവന് കൂടുതലാണെന്ന് പറഞ്ഞ് ഫോൺ വന്നത്. വന്ന സ്ഥിതിക്ക് കണ്ടിട്ട് പോകാമെന്നും പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്ത് നിന്നതാ. ആ തിരക്കുണ്ടെങ്കി പൊയ്ക്കോ. എന്നെ പറഞ്ഞു വിടാൻ ധൃതിയായല്ലേ? ആ അതല്ല, അമ്മാവൻ ഹോസ്പിറ്റലില്, അതാ ഞാൻ. ഹേയ്, ഞാൻ വെറുതെ പറഞ്ഞതാടോ, താൻ വാ. പിന്നെ ഇന്ന് തന്നെയും കൊണ്ട് കറങ്ങാൻ പോകാൻ പറ്റാത്തതിന്റെ ക്ഷീണം ഞാൻ കല്യാണം കഴിഞ്ഞ് തീർത്തു തരാട്ടോ. എന്റെ വണ്ടി ആ പാടത്തിന്റെ അക്കരെ നിർത്തിയിട്ടേക്കുക, അവിടം വരെ ഞാനുണ്ട്, താൻ വാ. ആ ശരി. അത് നിരഞ്ജനല്ലേ കൃതിക? ആ അതെ. ഏയ് നിരഞ്ജൻ. ഓ ഇവനോ? ആ ആരിത്? സിദ്ധാർത്ഥോ? അമ്പലത്തിൽ പോയതാണോ? ആ അതെ. നിരഞ്ജനും അമ്പലത്തിലേക്കാണോ? ആ അതെ. ഓ, ഇവളും ഉണ്ടായിരുന്നോ കൂടെ? ആ, ഞങ്ങൾ ഒരുമിച്ചാ പോയി തൊഴുതത്. ഇന്ന് ഇയാളുടെ പിറന്നാളല്ലേ, അപ്പം ചെറിയൊരു സർപ്രൈസ് കൊടുക്കാന്ന് കരുതി. ഇന്ന് കുക്കുവിന്റെ പിറന്നാളാണോ? എന്നിട്ട് എന്നോട് ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ട് അറ്റ്ലീസ്റ്റ് ഒരു വിഷ് പോലും ചെയ്തില്ല. പരട്ട മഴപ്പാറ്റ. ആ മീനാക്ഷിയുടെ ബർത്ത്ഡേ ആണെന്ന് അറിഞ്ഞെങ്കിൽ തേനൊഴിയേനെ. സിദ്ധാർത്ഥ്, അമ്മാവൻ എങ്ങനെയുണ്ട്? ഹോസ്പിറ്റലിൽ തന്നെയാ, വലിയ കുറവൊന്നുമില്ല. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് നിൽക്കുക. ആണോ? എന്നാ ശരി, പൊയ്ക്കോ, നമുക്ക് പിന്നെ കാണാം. ആ നിരഞ്ജ, ശരി എന്നാ. നോക്കി പേടിപ്പിക്കുന്നോടി ഉണ്ടക്കണ്ണി. ഒന്ന് പോടാക്ക. അവന്റെ കൂടെ അമ്പലത്തിൽ പോകാനായിരുന്നു സാരിയും വലിച്ചു ചുറ്റി തമ്പ്രാട്ടി രാവിലെ എഴുന്നള്ളിയത്. ഇന്നലെ മുഴുവൻ അവന്റെ കൂടെ കറങ്ങിയിട്ട് അവന് മതിയായില്ലേ. രാവിലെ തന്നെ കെട്ടിയൊരുങ്ങി ഇറങ്ങിക്കോളും ബാക്കിയുള്ളവരുടെ BP കൂട്ടാൻ. അല്ല, എൻ്റെ BP എന്തിനാ കൂട്ടുന്നത്? അവൾ ആരുടെ കൂടെ വേണേലും പോട്ടെ, എനിക്കെന്താ? ഇല്ല, എനിക്കൊന്നുമില്ല. ഏയ് നിനക്കൊന്നുമില്ല മോനെ നിരഞ്ജ, അത് ഞാൻ ഇന്നലെ കണ്ടതാണല്ലോ. കൃതിക, ഞാൻ വീട്ടിലേക്ക് ആക്കണോ? ഇന്നലെയും തന്നെ വഴിയിൽ ഇറക്കി വിട്ടു, ഇന്ന് ഞാൻ കൊണ്ടുപോയി ആക്കട്ടെ? വേണ്ട സിദ്ധു ഏട്ടാ, ഞാൻ പൊയ്ക്കോളാം. ഏട്ടാ ഹോസ്പിറ്റലിലോട്ട് ചെല്ല്. അല്ല, എന്നെ ഇപ്പം എന്താ വിളിച്ചേ? അത് ഞാൻ ആ ഫ്ലോയ്ക്ക്. മനസ്സിലായി, കണ്ടിന്യൂ ചെയ്തോ, ഇനിയും ആവശ്യം വരും. ആ ശരി. ഭഗവാനെ, കയ്യിൽ നിന്ന് പോയല്ലോ, അറിയാതെ വിളിച്ചും പോയി. എനിക്ക് ശരി, താൻ പൊയ്ക്കോ, നല്ല മഴ വരുന്നുണ്ട്. പോട്ടെ ഞാൻ. ആ ഏട്ടാ. ചേട്ടാ, ഒരു പുഷ്പാഞ്ജലി. ഹലോ ഏട്ടാ, നീ ഇതെവിടെയാ? ഞാനൊന്ന് അമ്പലത്തിൽ വന്നതാ. ഇന്ന് മാധുരിയുടെ പിറന്നാളാണ് ഏട്ടാ. എനിക്ക് തോന്നി നീ അമ്പലത്തിലോട്ടായിരിക്കുമെന്ന്. നീ വേഗം വരുവോ? എന്തിനാ ഏട്ടാ? ഇന്ന് കുക്കുവിൻ്റെ ബർത്ത്ഡേ ആണ്. വൈകിട്ട് ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. ഞാനും ശ്രുതിയും കൂടി ഒരു ഗിഫ്റ്റ് വാങ്ങാൻ പോകുക. നീ വരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയാ. ഇല്ല ഏട്ടാ, നിങ്ങൾ പോയിട്ട് വാ. ആടാ, ഓക്കെ. ആ ചേട്ടാ, ഒരു പുഷ്പാഞ്ജലി. പേര്? കൃതിക. നക്ഷത്രം? കാർത്തിക. 20 രൂപ. മാധുരി, ഐം സോറി. ഇന്ന് നിന്റെ പിറന്നാളാണെന്നറിയാം. പക്ഷെ എന്തുകൊണ്ടോ നാവിൽ വന്നത് കുക്കുവിൻ്റെ പേര് നാളായിപ്പോയി. ആരോ നാവിലിരുന്ന് പറയുന്ന പോലെ തിരുത്താനും മനസ്സ് വരുന്നില്ല. എന്താ എങ്ങനെയെന്ന് അറിയില്ല. എന്നോട് പൊറുക്കണേടി. മരിച്ചുപോയ എനിക്ക് എന്തിനാ നിരഞ്ജ പ്രാർത്ഥനയും വഴിപാടുമൊക്കെ? നീ ചെയ്തതാ ശരി. ജീവിച്ചിരിക്കുന്ന എൻ്റെ വാവയ്ക്കാണ് ഇനി പ്രാർത്ഥനയും വഴിപാടും വേണ്ടത്. വരാൻ പോകുന്നത് എൻ്റെ വാവയുടെ ജീവൻ്റെ വിലയുള്ള ദിവസങ്ങളാണ് നിരഞ്ജ.
എനിക്ക് വന്നതൊന്നും അവൾക്ക് വരാതിരിക്കണമെങ്കിൽ നിങ്ങളെല്ലാവരും അവൾക്കൊപ്പം ഉണ്ടാവണം. അവൻ തിരികെ വരുന്ന ദിവസം അവളുടെ ജീവിതത്തിൻ്റെ കൗണ്ട് ഡൗൺ ആരംഭിക്കും. ഈശ്വര, ഈ തിരുമുമ്പിൽ നിന്ന് ഞാൻ എന്നും ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും എൻ്റെ മധുവിന് വേണ്ടിയാണ്. അവളെ നിങ്ങൾ എന്നിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോയി എന്നെ തനിച്ചാക്കി. നെഞ്ച് വല്ലാതെ നീറുന്നുണ്ട്. അവൾക്ക് ശരിക്കും സംഭവിച്ചത് എന്താണെന്നറിയാതെ അത് എത്രയും വേഗം പുറത്തു കൊണ്ടുവരാൻ നിങ്ങൾ എന്നെ സഹായിക്കണം. കുക്കുവിൻ്റെ ജീവിതത്തിൽ ഇനിയൊരു തരത്തിലുള്ള പ്രശ്നവും വരാതെ നല്ല രീതിയിൽ ഈ വിവാഹം നടക്കണം. അനുഗ്രഹിക്കണം. എത്രയൊക്കെ നീ അടക്കി നിർത്താൻ ശ്രമിച്ചാലും അവളിലേക്ക് നിന്റെ മനസ്സ് ചായുന്നുണ്ട് നിരഞ്ജ. നീ അറിയുന്നില്ല എന്ന് മാത്രം. ഈ സാരി ഇതൊക്കെ ചുറ്റി നടക്കുന്നവരെ സമ്മതിക്കണം. ഇപ്പൊ മഴയും പെയ്യും. ഷോ. ഹലോ മിസ് കൃതിക ജയകുമാർ. ഏതവളെ ഈ നേരത്തെ ഷോ കാണിക്കാൻ വന്നേക്കുന്നത്? ഓ, മീനാക്ഷി ഇവളായിരുന്നോ? എങ്ങോട്ടാ ഇത്ര ധൃതിയില്? ഒന്ന് പ്രസവിക്കാൻ. എന്തിയേ? ഓ, അന്ന് പറഞ്ഞ ആ ആൽബം ആണോ? ആണെങ്കിൽ നീ എന്താടി കരുതിയത്? എനിക്കൊന്നും മനസ്സിലാവില്ലെന്നോ? നിനക്ക് ബൾബ് കത്താൻ ഇത്രയും വൈകിയോ? നീ എന്താ എന്നെ പൊട്ടിയാക്കുവാണോ? ജന്മനാ അങ്ങനെ ആണല്ലോ. ആ കിടന്ന് അലറണ്ട. കാര്യം പറഞ്ഞിട്ട് മോള് പോകാൻ നോക്ക്. മഴ വരുന്നുണ്ട്. നിനക്കെന്താ നിരഞ്ജനേട്ടനോട്? എനിക്കെന്ത്? നീ എന്തിനാ എന്റെ ഏട്ടന്റെ പുറകെ നടക്കുന്നത്? അതോ അങ്ങേരെ എന്റെ മുന്നിൽ കയറി നടക്കുന്നത് കൊണ്ട്. എന്തിയേ? കൃതിക, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഞാനും നിരഞ്ജനേട്ടനും ആയിട്ടുള്ള വിവാഹം പണ്ടേ ഉറപ്പിച്ചു വെച്ചതാ. അതുകൊണ്ട് നീ ഞങ്ങൾക്കിടയിൽ ഒരു തടസ്സമായിട്ട് വരണ്ട. ഏട്ടനെ കാണുമ്പോൾ ഉള്ള നിന്റെ കോപ്രായം ഒന്നും ഇനി വേണ്ട. അന്ന് ആ ഡ്രസ്സ് എടുക്കാൻ പോയപ്പോ നീ കാണിച്ചില്ലേ, അതുപോലെ. അവരൊക്കെ ഉള്ളതുകൊണ്ടാ ഞാൻ സൈലന്റ് ആയിട്ട് നിന്നത്. നിനക്കെന്നെ അറിയാലോ. പിന്നെ ശരിക്കും അറിയാം. കഴുതയ്ക്ക് പരിണാമം സംഭവിച്ച കോവർ കഴുതയായ ഒരുത്തി. എടി പെണ്ണെ, നിന്റെ നിരഞ്ജനേട്ടൻ എന്ന് വിളിക്കാനായിട്ട് നിനക്ക് എന്ത് അവകാശം ഉള്ളത്? അറ്റ്ലീസ്റ്റ് അയാൾ നിന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? നീ പറയുന്നതൊക്കെ കേട്ട് നിൽക്കും, അത്രമാത്രം. പിന്നെ നീ എന്തിനാ പുള്ളിക്കാരൻ്റെ പിറകെ ഈ പട്ടി എല്ലാ കഷ്ടം കാണുമ്പോൾ മണത്ത് നടക്കുന്നത് പോലെ നടക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഒന്ന്, അങ്ങേറ്റ സമ്പത്ത്. രണ്ട്, ഹീസ് ഹാൻസം. അതല്ലേ? കുക്കു, മര്യാദയ്ക്ക് സംസാരിക്കണം. ഓ, BP കൂടുന്നുണ്ടോ മോക്ക്? പോട്ടെ, കുറച്ച് ഉപ്പിട്ട് നാരങ്ങ വെള്ളം കുടിക്കാം. പിന്നെ നീ എന്താ പറഞ്ഞത്? ഞാൻ കോപ്രായം കാണിച്ചു എന്നോ? അപ്പൊ നീ കാണിക്കുന്നത് എന്താ? മുട്ടലും തട്ടലും തലോടലും ഒക്കെ. അതിലിപ്പോ നിനക്കെന്താ? എനിക്കൊന്നുമില്ല, പറഞ്ഞു എന്നേ ഉള്ളൂ. എനിക്ക് മുട്ടാനും തട്ടാനും ഒക്കെ ഇപ്പോൾ ഒരാളുണ്ട്. അയാളെ ഞാൻ മുട്ടിത്തട്ടിയൊക്കെ നടന്നോളാം. അതുകൊണ്ട് മോള് വലിയ സീൻ ഉണ്ടാക്കാതെ പോകാൻ നോക്ക്. ഞാൻ പൊയ്ക്കോളാം. പക്ഷെ ഇനി നീ നിരഞ്ജനേട്ടന്റെ അടുത്ത് കൂടുതൽ സ്വാതന്ത്ര്യം എടുത്താ നീ എന്നെ മൂക്കി വലിച്ചു കയറ്റോ? എടി നിന്നെ ഞാൻ എടിപ്പോ പൊന്നാര മോളെ മീനാക്ഷി. ഈ കൃതിക ഇപ്പൊ ഒന്ന് വിചാരിച്ച നിന്റെ ഡോക്ടർ എന്റെ പോക്കറ്റിരിക്കും. പക്ഷെ ഞാൻ വിചാരിക്കില്ല. കാരണം ഞാൻ നീ അല്ലാത്തത് കൊണ്ട്. പഴയതൊന്നും മറന്നിട്ടില്ലല്ലോ. പൊന്നുമോള് കൂടുതലൊന്നും വിയർക്കാതെ വണ്ടി വിട്ടോ. കുക്കു, നിനക്കിട്ടുള്ള പണി അത് ഞാൻ തരും. അതിനു വേണ്ടി ഏതറ്റം വരെ ഞാൻ പോകും. ഓഹോ, ചെരുപ്പും പൊട്ടി. നന്നായി. ആഹാ, മഴയും പെയ്തല്ലോ. സന്തോഷം. ഓ, എന്തൊരു മഴയായത്. ഒരു പട്ടിക്കുറുക്കനെ പോലും കാണുന്നില്ലല്ലോ. ആകെ നനഞ്ഞു ഞാൻ. അമ്മേ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ നിങ്ങള്. നീ നിക്കടി, ഞാൻ നനയുന്നു. ദാ നിക്ക്. ആനയുടെ സ്ഥലം വേണമല്ലേ ഇരിക്കാനും നിൽക്കാനും ഒക്കെ. ഓ, ഒന്ന് പോടി. ഓ, എന്തൊരു മഴയായത്. ഇതിപ്പോ കേറി നിൽക്കുന്നതിനേക്കാളും നല്ലത് നനയുന്നതായിരുന്നു. എങ്കിൽ പിന്നെ അങ്ങ് നനയാൻ പാടില്ലായിരുന്നോ? ഡീ, നല്ല മഴയുണ്ട്. ഇങ്ങോട്ട് നീങ്ങി നിൽക്ക്. തണുക്കുന്നുണ്ടോ നിനക്ക്? ഇങ്ങ വാ, എൻ്റെ അടുത്തോട്ട് ചേർന്ന് നിൽക്ക്. നനയില്ല.
കുക്കു, ഞാനത് പറയട്ടെ, പോകല്ലേ. ഈശ്വര, ഞാൻ എന്താ കുട്ടിയോട് ചെയ്തത്? അന്ന് അവളെ കിസ് ചെയ്തപ്പോ മാതിരിയാണെന്നൊരു തെറ്റിദ്ധാരണയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ഞാൻ അവളാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അങ്ങനെ. അവള് അത്ര അടുത്ത് നിന്നപ്പോ, എന്റെ നെഞ്ചോട് ചേർന്ന് നിന്നപ്പോ ഞാൻ അറിയാതെ. ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്ത് നോക്കും? നിരുപേട്ടാ, നമുക്ക് മാളിൽ കയറാം. എനിക്ക് വേറെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. ആടോ, നിർത്താം. പിന്നെ പോകാൻ നേരം എന്നെ ഒന്ന് ഓർമ്മിപ്പിക്കണേ, ഒരു വൈറ്റ് കോട്ട് മേടിക്കുന്ന കാര്യം. നാളെ ഹോസ്പിറ്റലിൽ ഇട്ടുകൊണ്ട് പോകാൻ കോട്ടില്ല. ആ ശരി ഏട്ടാ. പിന്നെ ബർത്ത്ഡേ കേക്ക് മേടിക്കണ്ടേ? ആടോ, അത് നമുക്ക് മാളിൽ നിന്ന് തന്നെ മേടിക്കാം. അയ്യോ മോളെ, ആകെ നനഞ്ഞല്ലോ നീ. അത് ഞാൻ ഓടി, അതുകൊണ്ടാ. എന്താ മോളെ മുഖം വല്ലാതിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല അച്ഛാ. ആ പുതിയ സാരി മാറ്റിച്ചല്ലേ? നല്ല സാരിയായിരുന്നു. സാരി വന്ന കഥ എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. ഇത് മുഴുവൻ ചെളിയെ, ഇനി ഒന്നിനും കൊള്ളില്ലാന്ന് പറഞ്ഞേക്ക്. മാറങ്ങോട്ട്. ഒരു സാരി. എന്റെ കൃഷ്ണ, ആ മനുഷ്യൻ എന്നെ, ഞാൻ എന്താ അങ്ങനെ തടയാതിരുന്നത്? ആ മഴയത്ത് അത്ര അടുത്ത് കണ്ടപ്പം, അങ്ങനെ നിന്നപ്പം അറിയാതെ എന്റെ കൺട്രോളും പോയി. നാശം പിടിക്കാൻ. ഇനി ഞാൻ അങ്ങനെ എങ്ങനെ ഫേസ് ചെയ്യും? നിരൂപേട്ട, ഇതില് പേര് കേക്കാ മേടിക്കുക? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. എടോ, നമുക്ക് ചോക്ലേറ്റ് കേക്ക് എടുത്താലോ? അതാവുമ്പം നല്ല സ്വീറ്റ് ആയിരിക്കും. ഇനി എത്രയൊക്കെ സ്വീറ്റ് ആയാലും നിങ്ങളുടെ അത്രയും വരില്ല. ഇതിന് നീ ഇതുവരെ എന്നെ രുചിച്ചു നോക്കിയിട്ടില്ലല്ലോ. ഈ മനുഷ്യൻ ഒന്ന് മിണ്ടാതിരിക്കും. എന്താണ് ശ്രദ്ധിക്കച്ചേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നോ? ഞാൻ റെഡിയാണ്. നിരൂപേട്ട, നിങ്ങളെ കൊണ്ട് ഞാൻ ഒരു പരിസരബോധം ഇല്ലാത്ത മനുഷ്യൻ. ഒന്ന് അടങ്ങി നിൽക്കവിടെ. താൻ ഓർഡർ കൊടുക്ക്, ഞാൻ ഈ കോൾ ഒന്ന് എടുക്കട്ടെ. മാം, ചോക്ലേറ്റ് കേക്ക് തന്നെ മതിയോ? ആ ചേട്ടാ, അത് മതി. മാം, അഡ്രസ്സ് തന്നിട്ട് പോയാൽ മതി. വൈകിട്ട് കേക്ക് വീട്ടിൽ ഡെലിവറി ചെയ്തോളൂ. സ്മൃതി, വാ നമുക്ക് പോകാം. എന്തു പറ്റി നിരൂപേട്ട? ഏയ് ഒന്നുമില്ല, താൻ വാ. ആഹാ, ഏട്ടൻ വന്നോ? അയ്യോ, മടുത്തടാ ഈ പെണ്ണുങ്ങളുടെ കൂടെ ഷോപ്പിങ്ങിന് പോകുന്നത്. MBBS എടുക്കുന്നതിനേക്കാളും വലിയ കടമ്പയാ. ഏട്ടത്തിയിട്ട് വലപ്പിച്ചോ? ചെറുതായിട്ട്. കുക്കുവിന് ഗിഫ്റ്റ് തപ്പി എടുക്കാനാ ഇത്രയും സമയം പോയത്. നിരഞ്ജ, നിന്റെ കോട്ട് കഴുകാനിടണോ? ആ ഇട്ട അമ്മേ. പിന്നെ അച്ഛൻ എവിടെ പോയി? അച്ഛൻ ജയനങ്ങളുടെ കൂടെ സിദ്ധാർത്ഥന്റെ അമ്മാവനെ കാണാൻ പോയി. നിങ്ങൾ വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ വരാം അമ്മേ. ഡാ, ഞാനിപ്പോ വരാം. ഏട്ടനിത് എവിടെ പോവുക? ഒന്നുമില്ല, ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം. സ്മൃതിയോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ആഹാ, ഇത്രയും അടുത്തുണ്ടായിട്ടോ? ശരി ശരി, നടക്കട്ടെ. ഒന്ന് പോടാർക്ക. ഹലോ ഏട്ടാ. സ്മൃതി, ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചില്ലായിരുന്നല്ലോ, എന്നെ ഓർമ്മിപ്പിക്കണോന്ന് പറഞ്ഞ്. എന്ത് കാര്യം? അയ്യോ, വൈറ്റ് കോട്ടിന്റെ കാര്യമല്ലേ? ഞാൻ മറന്നുപോയി ഏട്ടാ. ഞാൻ മറന്നു പോകുന്ന ഓർത്തല്ലേ നിന്നോട് പറഞ്ഞത്. ഇപ്പൊ നീയും മറന്നോ? അത്യാവശ്യം ആയതുകൊണ്ടല്ലേ സ്മൃതി ഞാൻ പറഞ്ഞത്. ഏട്ടാ സോറി, ഞാൻ മറന്നുപോയി. ഇനി നീ അത് പറഞ്ഞാൽ മതിയല്ലോ. ഇനി ഞാൻ നാളെ ഹോസ്പിറ്റലിൽ എന്തിട്ടോണ്ട് പോകും? ഇപ്പോഴേ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല. ഇനി കല്യാണം കഴിഞ്ഞാൽ എന്താവും അവസ്ഥ? ഏട്ടാ, ഞാൻ സോറി പറഞ്ഞില്ലേ, മറന്നുപോയി. എന്തിനാ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ആദ്യമായിട്ടല്ലേ ഒരു കാര്യം നിന്നോട് പറഞ്ഞത്. അതെങ്കിലും ഒന്ന് കേട്ടാൽ എന്താ നിനക്ക്? എവിടെന്ന്? തന്നിഷ്ടമല്ലേ എല്ലാം? എന്താ പറഞ്ഞത്? തന്നിഷ്ടമാണോ? ഞാനൊരു കാര്യം ഏട്ടൻ പറഞ്ഞത് മറന്നുപോയി. മനുഷ്യനല്ലേ ഞാൻ, അല്ലാണ്ട് റോബോട്ടൊന്നും അല്ലല്ലോ. ഓഹോ, എല്ലാം ചെയ്തതും പോയാ ഇനി അധിക പ്രസംഗവും ഞാൻ കേൾക്കണമായിരിക്കും. വെച്ചിട്ട് പൊടി. എല്ലാരും കുക്കുവിന് ഗിഫ്റ്റ് വാങ്ങിയെന്ന് തോന്നുന്നു. ഞാനിപ്പോ എന്താ കൊടുക്കുക? അവൾക്ക് എന്താവും ഇഷ്ടമുള്ളത്? ഓർണമെന്റ്സ് ഒന്നും ഉപയോഗിക്കാറില്ല അവൾ ഒരുപാട്. ഡ്രസ്സ് ഞാൻ എടുത്താൽ ശരിയാവൂല. ഫുഡൊക്കെ ആയിരുന്നു, പക്ഷെ അതെങ്ങനെ കൊടുക്കുക? അവൾക്ക് ചെറിയ ചെറിയ സാധനങ്ങളല്ലേ ഇഷ്ടം. മുല്ലപ്പൂ, പരിപ്പുവട, കുപ്പിവള, അമ്മ. അത് തന്നെ കിട്ടിപ്പോയി. അവൾക്കത് ഇഷ്ടാവും, ഉറപ്പാ. സിമാൻഡി, സിമാൻഡി. സ്മൃതി, വാ മോളെ, കേറി വാ. ആന്റി, നിരൂപേട്ടൻ എവിടെ? അവൻ റൂമിൽ കാണും മോളെ. വന്നപ്പോ തന്നെ ലാപ്ടോപ്പിൽ കുത്തിയിരിപ്പ. ആന്റി, ഞാൻ പോയി ഒന്ന് കാണട്ടെ. ശരി മോളെ. പോകുമ്പോഴേ ഈ ഗ്രീൻ ടീ കൂടി അവനെ കൊടുത്തേക്കേ. ശരി ആന്റി. നിരൂപേട്ട, ഗ്രീൻ ടീ. സ്മൃതി, നീ എന്താ ഇവിടെ? നിന്നോടാണോ ഞാൻ ചായ ചോദിച്ചത്? അമ്മ എവിടെ? എന്തിനാ നിരൂപേട്ട അതിന് ദേഷ്യപ്പെടുന്നത്? ഞാൻ നിരൂപേട്ടനെ കാണാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പം ഇത് കൂടി കൊടുത്തേക്കാൻ ആന്റി പറഞ്ഞു. അതാ ഞാൻ തന്നല്ലോ, ഇനി നീ പൊയ്ക്കോ.
എന്താ നിരൂപേട്ട ഇത്? ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ? സോറി, ഞാൻ ഓർത്തില്ല, അതാ. ആ നിനക്ക് പിന്നെ എല്ലാം സോറി എന്ന 5 അക്ഷരത്തിൽ ഒതുക്കാലോ. ഡോ, തന്നോടല്ലേ ഞാൻ പറഞ്ഞത് എന്നെ ഇങ്ങനെ കിടന്ന് വിളിക്കണ്ടാന്ന്. ഞാൻ അച്ഛനോട് ചോദിച്ചിട്ട് എന്താന്നുള്ളത് അറിയിക്കാം. ഓ, എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. മനുഷ്യന് മനസ്സമാധാനമില്ല. എന്താ നിരൂപേട്ട പറ്റിയത്? ആരാ ഫോണില്? എന്താ പറ്റിയത് പറഞ്ഞാൽ നിനക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റുമോ? ദേ നിരൂപേട്ട, എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്കിടുന്നത്? ഞാൻ പറഞ്ഞല്ലോ. എന്റെ സ്മൃതി, നീ ഒന്ന് ഇറങ്ങി പോകുന്നുണ്ടോ എന്നെ ശല്യം ചെയ്യാതെ? എന്ന് മുതൽ നീ എന്റെ ജീവിതത്തിൽ വന്ന അന്ന് മുതൽ എനിക്ക് ഓരോരോ പ്രശ്നങ്ങളാണ്. ഓഹോ, അപ്പം ഞാനാണോ നിങ്ങളുടെ പ്രശ്നം? എങ്കിൽ ശരി, ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നില്ല. കുക്കുമോളെ, ദാ ഇതാ ചേച്ചിയുടെ ഗിഫ്റ്റ്. ഇത് ഏട്ടന്റെ ഗിഫ്റ്റ്. നിങ്ങൾ ഒന്നിച്ച് ഗിഫ്റ്റ് മേടിക്കാൻ പോയിട്ട് വേറെ വേറെ ഗിഫ്റ്റ് മേടിച്ചോ? ആ, ഒന്നിച്ച് മേടിക്കണോ വേണ്ടയോന്ന് ഇനി ഒന്നുകൂടെ ഒന്ന് ആലോചിക്കണം. ഓഹോ, അപ്പൊ പുറത്തു പോയി വേറെ ഗിഫ്റ്റ് മേടിച്ചല്ലേ? ഇത്രയ്ക്ക് ദേഷ്യം കാണിക്കാൻ ഞാൻ എന്താ ആഭ്യന്തര പ്രശ്നമൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ഒന്ന് മറന്നുപോയതല്ലേ കോട്ടിന്റെ കാര്യം. അതിനെന്നെ വായി തോന്നിയതൊക്കെ വിളിച്ച് പറയുകയും ചെയ്തു. ഇവർക്കെന്തോ പറ്റിയിട്ടുണ്ടല്ലോ. ഏട്ടനെന്താ അങ്ങനെ പറഞ്ഞത്? ചേച്ചിയാണെ ഏട്ടനെ നോക്കുന്നില്ല, ഏട്ടനാണെ ചേച്ചീനെ നോക്കുന്നില്ല. എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, കണ്ടുപിടിക്കണം. ഈ ഏട്ടനേട്ടത്തിക്ക് എന്താ പറ്റിയ? മുഖം കടന്തൽ കുത്തിയ പോലെയാണല്ലോ. എന്തോ ഉണ്ട്. ഓ, നിരഞ്ജനായിട്ട് നോക്കുന്നുണ്ട്. മുഖം കൊടുക്കണ്ട, കൊടുത്ത നാണം കെടും. മൈൻഡ് ചെയ്യണ്ട. കുക്കു, ഒന്ന് നോക്കടി എന്നെ പ്ലീസ്, ഒന്ന് നോക്ക്. ഞാൻ അവളോട് അങ്ങനെ ചെയ്തതിൽ ദേഷ്യം കാണും. അതാ എനിക്ക് മുഖം തരാതെ നിൽക്കുന്നത്. ആ, പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഞങ്ങൾ ഇന്ന് സിദ്ധാർത്ഥിന്റെ അമ്മാവനെ കാണാൻ പോയിരുന്നു. അവർക്ക് കല്യാണം വേഗം നടത്തിയ കൊള്ളാമെന്നുണ്ട്. ഓഗസ്റ്റ് 14 നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞു വിവാഹത്തിന്. അതുകൊണ്ട് ഡേറ്റ് കുറച്ച് ഞങ്ങൾ നേരത്തെ ആക്കുക. അയ്യോ, അത് ഒത്തിരി അങ്ങ് നേരത്തെ ആയിപ്പോയല്ലോ. എല്ലാം കൂടി നമ്മൾ എങ്ങനെയാ? ആ, അതൊക്കെ നമുക്കങ്ങ് റെഡിയാക്കി എടുക്കാം നമ്മി. പിന്നെ ഒരു കാര്യം, കല്യാണം ഇങ്ങോട്ട് എടുക്കുക. അതുകൊണ്ട് പറയുക, ഇനി സ്മൃതിമോളും നിരൂപമോനും തമ്മിൽ കാണണ്ടാട്ടോ കല്യാണത്തിന് മുമ്പ്. ആ, കാണണ്ട, അതാ നല്ലത്. ഇല്ലേല് ഞാൻ അങ്ങേരെ വല്ലതും പറയും. അപ്പൊ പിന്നെ ഭക്ഷണം കഴിച്ച് എല്ലാരും പോയി കിടന്നോ. നാളെ മുതൽ കല്യാണം ഒരുക്കം തുടങ്ങുമല്ലേ. നിരൂപേട്ട, ഏട്ടന്റെ ലാപ്ടോപ്പ് ഒന്ന് എനിക്ക് തരുമോ? ഒരു പ്രോജക്റ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അതാ, രാവിലെ തിരികെ തരാം. അതിനിപ്പോ എന്താ, മോള് വാ. കുക്കു, നിനക്ക് ഞാൻ എന്റെ ലാപ്ടോപ്പ് തരാം. കണ്ടവരുടെ കയ്യിൽ നിന്നും ലാപ്ടോപ്പ് വാങ്ങണ്ട. ഞാനേ ഇവളുടെ ഏട്ടനാ. ഇവളെ എന്നോടാ ലാപ്ടോപ്പ് ചോദിച്ചത്. ഞാൻ കൊടുത്തോളാം. നീ വാ കുക്കു. ഓ, ഇങ്ങനെ ഇന്ന് ഞാൻ. എന്താ ചേച്ചി, എന്താ പറ്റി? നിങ്ങൾ തമ്മിൽ വഴക്കിട്ടോ? ഇപ്പൊ അങ്ങോട്ട് കയറി പോയില്ലേ? നിന്റെ പുന്നാരേട്ടൻ. അങ്ങേരോട് പോയി ചോദിക്കും എന്താ പറ്റിയെന്ന്. നോക്കിക്കോ, ഒരു ദിവസം എല്ലാം കൂടി എടുത്തിട്ട് കത്തിക്കും ഞാൻ. ദൈവമേ, കെട്ടുന്നതിന് മുമ്പ് 2 അടിയായോ? അയ്യോ, ഈ പുള്ളി ഇവിടെ ഉണ്ടായിരുന്നോ? പതുക്കെ വലിഞ്ഞേക്കാം. തീർന്നു, പിടിച്ച്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നിന്ന് കൊടുക്കാം. എന്താ? അത് പിന്നെ ഹാപ്പി ബർത്ത്ഡേ. ആ, താങ്ക് യു ഡോക്ടർ. പോട്ടെ, ഗുഡ് നൈറ്റ്. കുക്കു, ഇഷ്ടമായോ നിനക്ക്? നിനക്ക് കൊച്ചിലെ ഇത് ഇഷ്ടമായിരുന്നല്ലേ? അതാ ഞാൻ. ചില ഇഷ്ടങ്ങൾ വലുതാകുമ്പോൾ മാറും ഡോക്ടറെ. എന്തായാലും ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ, സ്വീകരിച്ചിരിക്കുന്നു. സോറി കുക്കു. എന്തിന്? അത് ഇന്ന് അവിടെ വെച്ച് നമ്മള് അവിടെ വെച്ച് നടന്നത്. എന്താ അവിടെ വെച്ച് നടന്നു? എനിക്കൊന്നും ഓർമ്മയില്ലല്ലോ. ഇവളെന്താ ഇങ്ങനെ പറയുന്നത്? കുക്കു, വരുന്നേട്ടാ. ഇവക്കെന്താ പറ്റിയത്? ഒന്നും പറഞ്ഞില്ലല്ലോ അതിനെക്കുറിച്ച്. അവക്ക് പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ? നിന്റെ ചേച്ചി ആ പൂച്ചക്കുഞ്ഞ് പറഞ്ഞോ ഇങ്ങോട്ട് വരണ്ടാന്ന്? ഏയ് ഇല്ല. പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ എന്റെ അനിയത്തിക്കാ കൊടുക്കുന്നത്. അവളോട് പോകാൻ പറ. കാര്യമായിട്ട് എന്തോ പറ്റിയിട്ടുണ്ട് രണ്ടിനും. അതാ ഈ ദേഷ്യം തണ്ടാക്കും. എങ്ങനെ ഇതിപ്പോ ഒന്ന് കണ്ടുപിടിക്കുക? ചോദിച്ചാ പറയുമെന്ന് തോന്നുന്നില്ല. പിന്നിപ്പോ എന്താ ചെയ്യാ? ഏട്ടാ, ദാ ഏട്ടന്റെ ഫോൺ ബെല്ലടിക്കുന്നു. ആരാടാ? അറിയില്ല, നോക്ക്. നീ പോകുന്നില്ലേ? ഇല്ല, ഞാനിവിടെ കിടക്കാൻ പോവുക. എന്തിയേ? ഓ, വാ തുറന്ന തർക്കുത്തരല്ലാതെ പറയൂല. നീ സ്മൃതിയേട്ടത്തിയുടെ അനിയത്തി തന്നെയാണോ? അതെ, അതൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ടൊരു DNA പരിശോധന നടത്തി കണ്ടുപിടിക്കാം. ഇപ്പോ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. പറ്റുമോ ഇയാൾക്ക്? ഹെൽപ്പോ? എന്ത് ഹെൽപ്പ്?
നിരൂപേട്ടനും ചേച്ചിയായിട്ട് എന്തോ പ്രശ്നം നടന്നിട്ടുണ്ട്. രണ്ടും നല്ല കലിപ്പിലാണെന്ന് തോന്നുന്നു. ശരിയാ, എനിക്കും അത് തോന്നിയായിരുന്നു. നമ്മൾ നേരിട്ട് ചോദിച്ചാൽ പറയുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് അതൊന്ന് കണ്ടുപിടിക്കാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ആ, എനിക്കൊന്ന് ആലോചിക്കണം. ഓഹോ, അങ്ങനെയാണോ? അതെ. ഈ എനിക്കൊന്ന് ആലോചിക്കണം ചിലത്. മഴയും ചൂടും ശ്വാസവും. എങ്ങനെ പറയട്ടെ എല്ലാരോടും? ഇയാൾ എന്നെ കയറി ഉമ്മച്ച കാര്യം. അപ്പൊ ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി നിന്നോട് ചോദിച്ചപ്പം ഒന്നും പറഞ്ഞില്ലല്ലോ. അത് പിന്നെ നിങ്ങൾ പാല് പുറിഞ്ഞ് നിൽക്കുന്ന മുഖം കണ്ടപ്പം ഞാൻ ഒന്നും അറിയാത്ത പോലെ അങ്ങ് സംസാരിച്ചു. ഇനി ഇത് ആവർത്തിച്ച നിങ്ങളുടെ മുട്ടുകാലി ഞാൻ തല്ലി ഓടിക്കും, വീട്ടിലും പറയും. ഓ, കേറി കേറി ആകാശം തൊടണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാം. എങ്ങനെയെങ്കിലും അവരുടെ പ്രോബ്ലം കണ്ടുപിടിച്ച് സോൾവ് ആക്കാൻ നോക്കാം. പോരെ? ഗുഡ് ബൈ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. പോട്ടെ മിസ്റ്റർ ഉമ്മച്ച. ഡി, നിന്നെ ഞാൻ. ഒന്ന് പോടാർക്ക. കാന്താരി, നീ എന്താടാ വെറുതെ നിന്ന് ചിരിക്കുന്നത്? ഏയ് ഒന്നുമില്ല. ആരായിട്ടാ വിളിച്ചത്? ആ, സങ്കല്പായിരുന്നു. എൻഗേജ്മെന്റിന് വിളിക്കാത്തതിന്റെ പരാതി. അതുകൊണ്ട് ഞാൻ കല്യാണം നേരത്തെ അങ്ങ് വിളിച്ചു. അവന്മാരൊരു ഫുൾ ഗ്യാങ്, മിക്കവാറും നാളെ എത്തും. ഇനി അവന്മാര് നാളെ എത്തിയില്ലെങ്കിലും സങ്കല്പ് അവൻ നേരത്തെ അങ്ങ് എത്തിക്കോളും. ഈശ്വര, ഇവിടെയുള്ള വള്ളിക്കെട്ടൊന്നും പോരാഞ്ഞിട്ടാണോ ഇനി ഡൽഹിയിൽ നിന്ന് ഇവന്മാരെയൊക്കെ കെട്ടിയെടുക്കുന്നത്? അതും ആ സങ്കല്പിന്. ഉള്ള സമാധാനം പോയല്ലോ. നിനക്കുള്ള പണി വരുന്നുണ്ട് മോനെ നിരഞ്ജ. ഇനി കളി മാറും, കഥയുടെ ഗതിയും മാറും. നീ സൂക്ഷിച്ചോ മോനെ.